മലയാളിയായ അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെ പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിക്കെതിരെ തെളിവുകൾ പുറത്ത്. സംസ്ഥാനതല പെർമിറ്റില്ലാതെയാണ് 2007 മുതൽ പൂനെയിലെ EY ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. അമിത ജോലിഭാരമാണ് തന്റെ മകളുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് അന്നയുടെ അമ്മ EY ഇന്ത്യയുടെ ചെയർമാൻ രാജീവ് മേമനിക്ക് കത്തയച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് കമ്പനിക്കെതിരെ പുതിയ തെളിവുകൾ പുറത്തുവരുന്നത്. മഹാരാഷ്ട്രയിലെ അഡീഷണൽ ലേബർ കമ്മീഷണർ ശൈലേന്ദ്ര പോളും സംഘവും EYയുടെ പൂനെ ഓഫീസിലെത്തി പരിശോധന നടത്തിയിരുന്നു. അപ്പോഴാണ് ഷോപ്പ് ആക്ട് സംബന്ധിച്ച ഗുരുതര വീഴ്ച കണ്ടെത്തിയത്. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള ലൈസൻസ് ഇല്ലാതെയാണ് കമ്പനി പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ, ജോലി സമയം, ശമ്പളം, സുരക്ഷ എന്നിവയെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിലാണ് വരിക. കഴിഞ്ഞ 17 വർഷങ്ങളിലായി ഷോപ്പ് ആൻഡ് ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലൈസൻസിനായി സ്ഥാപനം ഓൺലൈൻ അപേക്ഷ നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.